ഒരു സുവിശേഷകൻ നിങ്ങളുടെ ദേശത്ത് വന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ അവനെ തള്ളിക്കളയുന്നു എന്ന് വെച്ചാൽ അവനെ അയച്ച യേശുക്രിസ്തുവിനെ തള്ളിക്കളയുന്നു എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ച പിതാവായ സത്യദൈവത്തെ തള്ളിക്കളയുന്നു. അതുകൊണ്ട് യഹൂദയിലെ വിധവമാര് ഇല്ലാഞ്ഞിട്ടല്ല അവനെ സരപ്തയിലേക്ക് വിട്ടത്. അവിടുത്തെ വിധവ അവനെ കൈക്കൊണ്ടുവന്ന് നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നു. എന്നിട്ടോ ഒരു ഉപമയുടെ പറഞ്ഞു. അവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രയേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായിരിക്കുന്ന നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്നും അവൻ പറഞ്ഞു. നോക്ക് പ്രിയപ്പെട്ടത്, ഇസ്രായേലിൽ കുഷ്ഠരോഗികളില്ലേ? പിന്നെ ആയിരക്കണക്കിനുണ്ട്. യേശുക്രിസ്തു അനേക കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ നോക്കുവിന് ഈ ഏലീശയുടെ കാലത്ത് ആ ഇസ്രായേലിലെ കുഷ്ഠരോഗികളുടെ അടുക്കലേക്ക് വിടാതെ അന്യജാതിക്കാരനായിരിക്കുന്ന നയമാനെ ഏലീശ പ്രവാചകന്റെ അടുക്കലേക്ക് അയച്ചു. അവന് സൗഖ്യം കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യെരൂശലേമിലുള്ള ആർക്കും ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരുന്നു. ദൈവം സൗഖ്യമാക്കുന്നവരാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു പോയിട്ട് അവരൊക്കെയും ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് ഇഴുകിപ്പോയിട്ട് അവരുടെ സത്യദൈവമായിരിക്കുന്ന കർത്താവിനെ, യഹോവയായിരിക്കുന്ന ദൈവത്തിനെ തള്ളിക്കളഞ്ഞവരാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഒരു ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിലേക്ക് കടന്നു വന്ന ഞാന് ക്രിസ്തീയ മതവിശ്വാസികളായിരിക്കുന്ന നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് ഈ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമം, അവന്റെ രക്തത്താലുള്ള പാപമോചനം ഘോഷിക്കുമ്പോൾ അല്പനേരം ശ്രദ്ധ വെച്ച് കേട്ടുകൊള്ളുവിന്. ആരുടെയും ഹൃദയം കഴിക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഒരു ഉപദേശി നിങ്ങളുടെ മുമ്പിൽ പാവപ്പെട്ടവനായിരിക്കാം. നിങ്ങളെ പോലെ അവൻ ധനസമൃദ്ധി ഉള്ളവനല്ലായിരിക്കാം. അവൻ എല്ലാവരുടെയും മുമ്പിൽ നിന്നാപാത്രമായിരിക്കാം. പക്ഷേ എന്നെ പോലുള്ള ഒരുവൻ നിങ്ങളുടെ മധ്യത്തിൽ പ്രസംഗിക്കുമ്പോഴേ ഈ പ്രസംഗം കഴിഞ്ഞാൽ എന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. നിങ്ങൾ ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ട് ഓർത്തിരിക്കുന്നുവോ മറന്നു പോകുന്നുവോ എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ നമ്മൾ മരിക്കും. അത് നിങ്ങൾക്ക് നിശ്ചയമായിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ മരിച്ചതിന് ശേഷം ഒരു ഭയങ്കരമായിരിക്കുന്ന ന്യായവിധി നാളില്, അല്ലെങ്കിൽ ലോകാവസാന ദിവസം, നിങ്ങൾ എല്ലാവരും കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ ഉയർത്തെഴുന്നേറ്റ് ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ കണക്ക് തീർക്കുന്ന നാളില് വിജയഗോപാൽ എന്ന പേരോടുകൂടിയ ഞാൻ പ്രസംഗിക്കുന്ന ഈ പ്രസംഗം വെച്ച് ദൈവം നിങ്ങളെ ന്യായം വിധിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിന്. ആകയാൽ അപ്പന്മാരെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവോ, അമ്മമാരെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവോ, അല്ലയോ പുരോഹിതന്മാരെ നിങ്ങൾ സേവിക്കുന്ന ജനങ്ങളെ അല്പമെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെവി തുറന്ന് ശ്രദ്ധയോടെ കേട്ടുകൊള്ളുവിന്.